ചൂതിൽ പുഷ്കരനോട് തോറ്റ നളൻ തൻ്റെ രാജ്യവും സകല ധനവും ദ്രവ്യങ്ങളുമൊക്കെ തന്നെ ചൂതിൽ നഷ്ടമാക്കി ഒന്നുമില്ലാത്തവനായി തീർന്നു. മഹാരാജാവായിരുന്ന ചക്രവർത്തിയായിരുന്ന നളൻ ദരിദ്രനാരായണനായി തീരുകയാണ്. ചൂതിൽ ജയിച്ച പുഷ്കരൻ നളനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഇനി തൻ്റെ കയ്യിൽ എന്തുണ്ട് പണയം വയ്ക്കാൻ? എന്തെങ്കിലും ഉണ്ടോ? ഇനി നമ്മൾ കളിക്കുന്നോ എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഓ, ഒരു ധനം ബാക്കിയുണ്ടല്ലോ, നിൻ്റെ ദമയന്തി, സുന്ദരിയായ നിൻ്റെ പത്നിയെയും പണയം വെച്ച് കളിക്കുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് പുഷ്കരൻ കളിയാക്കിയപ്പോൾ നളൻ അത്യധികം ക്രോധത്തോടു കൂടി തൻ്റെ ആഭരണങ്ങൾ ഊരിയെടുത്തു. തൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചെടുത്ത് പുഷ്കരൻ്റെ മുന്നിൽ സമർപ്പിച്ച് അദ്ദേഹം ഏകവസ്ത്രനായിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങുകയാണ്, കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ മഹിഷിയായ പത്നിയായ ദമയന്തി അദ്ദേഹത്തെ പിന്തുടരാതിരിക്കാൻ പറ്റില്ലല്ലോ. പതിവ്രതയായ ആ സാധ്വി ഭർത്താവിനെ പോലെ ഏകവസ്ത്രയായിട്ട് തന്നെ ദമയന്തിയും നളൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചു. അവരെങ്ങനെ നടന്ന് നഗരസീമ വിട്ട് നഗരത്തിന് വെളിയിലേക്ക് ഇറങ്ങി. ആഹാരമില്ലാതെ ഭക്ഷണമില്ലാതെ 3 ദിവസം അവർ ജലപാനം മാത്രം കഴിച്ച് ജീവിക്കുകയാണ്. ജനങ്ങൾക്ക് അദ്ദേഹത്തെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പുഷ്കരൻ പുതിയ രാജാവായതുകൊണ്ട് അദ്ദേഹം നാട്ടിലാകെ വിളംബരം പുറപ്പെടുവിച്ചു. പെരുമ്പറ കുട്ടി വിളംബരമുണ്ടാക്കി. നളനെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ, നളന് അനുകൂലമായിട്ട് മര്യാദ കാണിക്കുന്നുണ്ടെങ്കിൽ അവർ എനിക്ക് ബദ്ധ്യരാണ്, അവരെ ഞാൻ കൊന്നുകളയും എന്നുള്ള ഒരു വിളംബരമായിരുന്നു. ആ വിളംബരത്തിൽ ഭയന്ന് ജനങ്ങൾ ആരും നളനെ സ്വീകരിച്ചില്ല. നളനെ അവർ കൈവെടിഞ്ഞു, ഭയം കൊണ്ട്, മരണഭയം കൊണ്ട്. അങ്ങനെ നഗരബാഹ്യമായ ഒരു സ്ഥലത്തെത്തി 3 ദിവസം അവിടെ കഴിഞ്ഞു. പിന്നീട് കായ്കനികളും ഫലമൂലങ്ങളും കിഴങ്ങുകളും ഒക്കെ തന്നെ അന്വേഷിച്ചുകൊണ്ട് അലഞ്ഞ് നടന്ന് കാട്ടിലൂടെ നടക്കുമ്പോഴാണ് അരികത്ത് കുറേ ശകുനങ്ങൾ, കുറേ പക്ഷികൾ അടുത്ത് വന്നത്. അപ്പോൾ നളൻ വിചാരിച്ചു, ഈ പക്ഷികൾ എനിക്ക് ഭക്ഷ്യമാണ്. അങ്ങനെ ആപദ്ധർമ്മത്തിൽ പക്ഷികളെ വേട്ടയാടിയിട്ടും കഴിയാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് പക്ഷികളെ പിടിക്കുക? തൻ്റെ ഏകവസ്ത്രം, ഒരേ ഒരു വസ്ത്രമേ ഉടുത്തിട്ടുള്ളൂ, ആ വസ്ത്രം എടുത്തുകൊണ്ട് ഒരു വല പോലെ ആക്കിയിട്ട് പക്ഷികളെ പിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ വസ്ത്രം അങ്ങ് എറിഞ്ഞ സമയത്ത് ഈ പക്ഷികളെല്ലാം ചേർന്ന് അദ്ദേഹത്തിൻ്റെ വസ്ത്രവും അപഹരിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് പറന്നു പോവുകയാണ്. അങ്ങനെ പറന്നു പോകുന്ന പക്ഷികൾ നളനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലയോ ദുർബുദ്ധി, ഞങ്ങൾ വെറും പക്ഷികളല്ല, ഞങ്ങൾ നിന്നെ തോൽപ്പിച്ച അക്ഷങ്ങളാണ്, ചൂതുകളിയുടെ ആ പകിടകളാണ്, ആ അക്ഷങ്ങളാണ്. നിന്നെ തോൽപ്പിക്കാനാണ് ഞങ്ങൾ അവിടെ വന്നത്. നിന്നെ തോൽപ്പിച്ചു, പക്ഷേ നീ ഏകവസ്ത്രവുമായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നീ വസ്ത്രം ധരിച്ച് നടക്കുന്നതും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇനി നീ വസ്ത്രമില്ലാതെ ഉടുതുണിയില്ലാതെ നടന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പക്ഷികൾ അവിടെ നിന്ന് പറന്നു പോവുകയാണ്. പുണ്യശ്ലോകനായ ആ നളമഹാരാജാവ് ദമയന്തിയോട് വളരെ ദുഃഖിതനായിട്ട് പറഞ്ഞു, ഞാൻ അക്ഷങ്ങളുടെ കോപത്താൽ ചൂതുകളി തോറ്റ് രാജ്യവും ധനവും ഉടുതുണി വരെ നഷ്ടപ്പെട്ട് മഹാദരിദ്രനായിട്ട് അങ്ങേയറ്റം ദുഃഖിതനായിട്ട് മാറിയിരിക്കുകയാണ്, ഒന്നുമില്ലാത്തവനായി മാറിയിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് സ്വന്തം പ്രാണനെ രക്ഷിക്കേണ്ടത് എന്ന് പോലും എനിക്കറിയാതെ വന്നിരിക്കുന്നു. പ്രാണയാത്രാം ന വിന്ദേയം, ഈ ജീവിതയാത്ര എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് ഹിതം പറഞ്ഞു തരാം. നമ്മുടെ മുന്നിൽ ഇപ്പോൾ പല വഴികൾ കാണുന്നുണ്ടല്ലോ. ആ വഴികളിൽ ഒന്ന്, ഈ വഴികളിലൊക്കെ തന്നെ ദക്ഷിണാപഥത്തിലേക്ക്, ഭാരതത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ദക്ഷിണ ഭാരതത്തിലേക്കുള്ള വഴിയാണ് എന്നർത്ഥം. ദക്ഷിണാപഥം പോകുന്ന വഴികളാണ്. അതിൽ ഈ കാണുന്ന വഴി അത് ഋക്ഷവൻ പർവ്വതം താണ്ടി അവന്തി എന്ന രാജ്യത്ത് എത്താനുള്ള വഴിയാണ്. മറ്റൊരു വഴി നടുവിൽ കാണുന്നു, അത് വിന്ധ്യാപർവ്വതം കടന്ന് അത് കഴിഞ്ഞ് പയോഷ്ണി നദി കടന്ന് പിന്നീട് ധാരാളം ഫലമൂലങ്ങൾ കിട്ടുന്നതും ധാരാളം മഹർഷിമാർ കഴിയുന്ന ആശ്രമങ്ങളും ഒക്കെ തന്നെ താണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ നിൻ്റെ നാടായിട്ടുള്ള, നിൻ്റെ സ്വന്തം നാടായിട്ടുള്ള വിദർഭ രാജ്യത്ത് എത്തിച്ചേരും. പിന്നെ മറ്റൊരു വഴി ഇവിടെ ഈ ഭാഗത്ത് കാണുന്നു, അത് കോസലത്തിലേക്കുള്ള വഴിയാണ്. ഈ മൂന്ന് രാജ്യങ്ങളും കഴിഞ്ഞാൽ തെക്ക് ഭാഗത്ത് ഏതാണ്? ദക്ഷിണാപഥമാണ്. ഈ ദക്ഷിണാപഥത്തിലേക്ക് പോകാനുള്ള 3 വഴികളാണിത് എന്ന് ദമയന്തിയെ ഉദ്ദേശിച്ച്, ദമയന്തിക്ക് വേണമെങ്കിൽ തന്നെ വിട്ടുപോകാം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നളൻ പറഞ്ഞത്. അത് കേട്ട് ദമയന്തി വളരെ ദുഃഖിതയായി. ദമയന്തി പറഞ്ഞു, അല്ല, അങ്ങയുടെ വാക്ക് എന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല എൻ്റെ ശരീരം തളരുകയും ചെയ്യുന്നു. അങ്ങ് രാജ്യവും ധനവും ദ്രവ്യങ്ങളും വസ്ത്രം പോലും നഷ്ടപ്പെട്ട് ഇവിടെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുമ്പോൾ ഞാൻ അങ്ങയെ ഉപേക്ഷിച്ച് പോകും എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അത് എനിക്ക് സാധ്യമല്ല. നമ്മൾ ഒരുപാട് കാലം സുഖമായി ജീവിച്ചല്ലോ. ആ സുഖജീവിതത്തെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങയുടെ കൂടെ അങ്ങയെ അനുഗമിച്ചുകൊണ്ട് ജീവിക്കുന്നതിലാണ് ഏറ്റവും വലിയ സുഖം കാണുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങ് ഈ കടുത്ത വാക്കുകൾ പറയരുത്. അങ്ങ് എന്നെ ഉപേക്ഷിക്കാൻ പാടില്ല.
നജ ഭാര്യാസമം കിഞ്ചിത് വിദ്യതേ ഭിഷജാം മതം ഔഷധം സർവദുഃഖേഷു സത്യമേതത് ബ്രവീമിതേ. ആ ദമയന്തിയുടെ വാക്കുകൾ വളരെ ശ്രേഷ്ഠമായ വാക്കുകളാണ്. അല്ലയോ രാജാവേ, ഭിഷജാം മതം, വൈദ്യന്മാരുടെ അഭിപ്രായം എന്താണ്? രോഗം വന്ന് പീഡ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഔഷധം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ മരണാസന്നനായി കിടക്കുന്ന ഒരു രോഗിക്ക് പോലും ഏറ്റവും ശ്രേഷ്ഠമായ മരുന്ന് തൻ്റെ ഭാര്യ അടുത്തുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഭാര്യയാണ്. ആ ഭാര്യയുടെ ശുശ്രൂഷ, ആ ഭാര്യയുടെ സ്നേഹം, ആ ഭാര്യ നൽകുന്ന തുച്ഛമാണെങ്കിലും ആ ഭക്ഷണം, അത് കഴിക്കുമ്പോഴാണ് ആ രോഗി രോഗനിവൃത്തി നേടുന്നത് എന്നാണ് ആചാര്യന്മാരുടെ മതം. അത് സത്യമാണ്. അത് ഞാൻ അങ്ങയോട് പറയുന്നു. അതുകൊണ്ട് അങ്ങയെ ഈ ഘട്ടത്തിൽ ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് സാധിക്കുകയില്ല. അങ്ങ് എന്നെ ഉപേക്ഷിച്ചാൽ അങ്ങേക്കും അത് ശാന്തി നൽകുകയില്ല എന്ന് ദമയന്തി പറഞ്ഞു. നളൻ പറഞ്ഞു, ഞാൻ നിന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് മനസ്സിലാക്കൂ. ദമയന്തി പറഞ്ഞു, അങ്ങ് പിന്നെ എന്തിനാണ് എനിക്ക് 2-3 വഴികൾ കാണിച്ചു തന്നത്? എനിക്ക് അർത്ഥം മനസ്സിലാകില്ല എന്ന് കരുതിയോ? എന്നോട് വിദർഭയിലേക്ക് പോയി അച്ഛൻ്റെ ഗൃഹത്തിൽ ചെന്ന് സുഖമായി ജീവിക്കാനല്ലേ അങ്ങ് പറഞ്ഞത്? അത് എന്നെ ഉപേക്ഷിക്കലല്ലേ? അത് ശരിയാണോ? അങ്ങ് എന്നെ അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കുകയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങയുടെ മനസ്സ് അങ്ങയെ തെറ്റായ വഴിയിലേക്ക് ഇപ്പോൾ വലിച്ചിഴച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളത്തെ അനുഭവം അങ്ങനെയാണ് കാണിക്കുന്നത്. ഇനി അഥവാ നമ്മൾ ഞാൻ വിദർഭയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അങ്ങ് കൂടി എൻ്റെ കൂടെ വരിക. നമുക്ക് 2 പേർക്കും നമ്മുടെ ബന്ധഗൃഹത്തിൽ കഴിയാമല്ലോ കുറേ കാലം. നളൻ പറഞ്ഞു, ഒരിക്കലും നിൻ്റെ ബന്ധുഗൃഹത്തിൽ ഞാൻ കഴിയുകയില്ല. കാരണം എന്താണ്? അതെനിക്ക് സാധിക്കുകയില്ല. ഈ ആപത്തിൽ, ദുഃഖം വരുന്ന സന്ദർഭത്തിൽ മാത്രം ഭാര്യാപിതാവിനെ ആശ്രയിച്ച് കഴിയുക. ഒരിക്കൽ ഞാൻ ഒരു മഹാരാജാവായിട്ട് നിന്നെ വേൾക്കാൻ വേണ്ടി വന്നു. സകല സുഖങ്ങളും ഞാൻ നിനക്ക് നൽകി. പക്ഷേ ഇന്ന് എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ട് ദുഃഖിതനായിട്ട് നിൻ്റെ ശോകം വർദ്ധിപ്പിക്കുന്ന ആളായിട്ട് ഞാൻ മാറിയിരിക്കുന്നു. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് വിദർഭയിലേക്ക് നിന്നെയും കൂട്ടിയിട്ട് പോവുക? സാധ്യമല്ല എന്ന് പറഞ്ഞു. ദമയന്തിയെ ആശ്വസിപ്പിച്ചു. ഒടുവിൽ ഉടുവസ്ത്രം നഷ്ടപ്പെട്ട നളൻ ദമയന്തി ധരിച്ച വസ്ത്രത്തിൻ്റെ അർദ്ധഭാഗം കൊണ്ട് തൻ്റെ നഗ്നത മറച്ച് 2 പേരും ഒറ്റ വസ്ത്രം കൊണ്ട് നഗ്നത മറച്ചുകൊണ്ട് വളരെ ദുഃഖിതരായിട്ട് ആ കാട്ടിൽ എങ്ങനെയെങ്കിലും വിശപ്പടക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഒടുവിൽ കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരു സഭാഗൃഹം കണ്ടെത്തുകയാണ്. ഒരു സഭാഗൃഹം എന്ന് വെച്ചാൽ അതൊരു സത്രമായിരിക്കാം, യാത്രക്കാർക്ക് വസിക്കാനുള്ള താൽക്കാലികമായ വസതി. ആ സഭ കണ്ടിട്ട് ആശ്വാസത്തോടെ അവർ അതിൽ കയറി കിടക്കാൻ തീരുമാനിച്ചു. രാത്രിയിൽ വെറും തറയിൽ നിലത്ത് തണുത്ത് വിറച്ചുകൊണ്ട് 2 പേരും വെറും ആ തറയിൽ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. ദമയന്തി യാത്രാക്ഷീണം കൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ഉറങ്ങുകയാണ്. വിശപ്പുണ്ടെങ്കിലും ദാഹമുണ്ടെങ്കിലും ഉറക്കം നമ്മളെ കീഴടക്കും. അങ്ങനെ എല്ലാം മറന്ന് ഉറങ്ങുന്ന ദമയന്തിയെ ഉണർന്നു നിൽക്കുന്ന നളൻ നോക്കിയപ്പോൾ വളരെയധികം ക്ലേശം തോന്നി, അദ്ദേഹത്തിന് ദുഃഖം തോന്നി. ദമയന്തി താൻ കാരണമാണല്ലോ ഇങ്ങനെ ദുഃഖിക്കേണ്ടി വന്നത്. അപ്പോൾ ആ ദമയന്തിയെ രക്ഷിക്കാൻ എന്താണ് വഴി? അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, താൻ ഇവളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൾ സുഖമായി കഴിഞ്ഞുകൊള്ളും. തൻ്റെ കൂടെ നടന്നിട്ട് അവളും ഇത്രയധികം ദുഃഖം അനുഭവിക്കാൻ ഇടവരരുത്. തന്നെ അവൾ പ്രാണനെ പോലെ സ്നേഹിക്കുന്നു. ആ സ്നേഹം കാരണമാണ് ഈ ദുഃഖവും അവൾ പങ്കിടുന്നത്. അതുകൊണ്ട് താൻ അവളെ വിട്ടു പോവുകയാണെങ്കിൽ അവൾ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ബന്ധുഗൃഹത്തിലേക്ക് പോയിക്കൊള്ളും. അങ്ങനെ അവളെങ്കിലും സുഖമായിട്ട് ജീവിക്കുമല്ലോ എന്നൊക്കെ അദ്ദേഹം വളരെയധികം ചിന്തിച്ചു. ഇനി ഞാൻ ഉപേക്ഷിച്ച് പോയാൽ അവളെ ആരെങ്കിലും ആക്രമിച്ച് എന്തെങ്കിലും ഉപദ്രവിച്ച് കളയുമോ എന്നാണെങ്കിൽ അത് സാധിക്കില്ല. കാരണം അവരുടെ പാതിവൃത്യം കൊണ്ടും മഹത്തായ തേജസ് കൊണ്ടും ഒരാൾക്കും അവളെ സ്പർശിക്കാൻ പോലും സാധ്യമല്ല. അതാണ് അവരുടെ തപസ്സിൻ്റെ ശക്തി. അതുകൊണ്ട് അവൾ സുരക്ഷിതയാണ് എന്നൊക്കെ നളൻ കലിയുടെ ദുഷ്പ്രഭാവം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വേട്ടയാടിയത് കൊണ്ട് ഈ രീതിയിലാണ് അദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ആ ചിന്ത ഒടുവിൽ ദമയന്തിയെ വിട്ടുപോകാൻ തന്നെ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയാണ്. പക്ഷേ ഈ വസ്ത്രം എങ്ങനെയെങ്കിലും മുറിച്ചെടുത്ത്, പകുതി വസ്ത്രം മുറിച്ചെടുത്തിട്ട് വേണം പോകണമെങ്കിൽ. ആ മുറിച്ചെടുക്കണമെങ്കിൽ ആയുധമൊന്നുമില്ല. എന്തിനെ കൊണ്ടാണ് ഈ വസ്ത്രം മുറിക്കുക എന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോൾ കലിയുടെ പ്രഭാവം കൊണ്ടാകാം, എങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നില്ല. പലയിടത്തും അന്വേഷിച്ച് നടന്ന സമയത്ത് ആ സഭാഗൃഹത്തിനകത്ത് ഒരു വാൾ അദ്ദേഹം കണ്ടെത്തുകയാണ്. ആ വാൾ കൊണ്ടുവന്ന് അദ്ദേഹം ഈ ദമയന്തി അറിയാതെ ഉറക്കത്തിൽ ഉണരാത്ത രീതിയിൽ വളരെ നിശബ്ദമായിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആ വസ്ത്രം മുറിച്ച് 2ആക്കിയിട്ട് ആ അർദ്ധവസ്ത്രം താൻ ഉടുത്തിട്ട് അവിടുന്ന് പോകാനൊരുങ്ങുകയാണ്. കലിന ആപഹൃതജ്ഞാനോ നളോ പ്രാതിഷ്ഠതുദ്യത. കലി തൻ്റെ മനസ്സിനെ അപഹരിച്ചതുകൊണ്ട് സ്വന്തം പ്രാണപ്രിയയെ ഉപേക്ഷിച്ച് പോകാൻ അദ്ദേഹം ചിന്തിക്കുകയാണ്. പക്ഷെ ഉറങ്ങുന്ന ദമയന്തിയെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. പോകാൻ മനസ്സനുവദിക്കുന്നില്ല. ദുഃഖിതനായിട്ട് അദ്ദേഹം കുറേ നേരം കണ്ണീർ വാർത്തുകൊണ്ട് നോക്കി. എന്നിട്ട് ദമയന്തിയെ വിട്ട് പോയി. കുറച്ച് ദൂരം പോയിട്ട് തിരിച്ച് വീണ്ടും വന്നു. ഗത്വാ നളോ രാജ പുനരേദ്യ സഭാം മുഹു ആകൃഷ്യമാണ് കലിനാ സൗഹൃദേന അവകൃഷ്യതേ. കലി അദ്ദേഹത്തെ വിട്ടുപോകാൻ പ്രേരിപ്പിക്കുന്നു. നളനിലെ ആ സൽബുദ്ധിയായ നളൻ ദമയന്തിയെ വിട്ടുപോകാൻ സാധിക്കാതെ വീണ്ടും ഭാര്യയുടെ അടുത്തേക്ക് വരുന്നു. ഒടുവിൽ
ആ ദമയന്തിയെ വിട്ടുപിരിയാൻ സാധിക്കാത്ത നളൻ എങ്ങനെയൊക്കെയോ ആ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദമയന്തിയിൽ നിന്നും അതിവേഗം ഓടിപ്പോവുകയാണ്. ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് നളൻ ദമയന്തിയെ വിട്ടുപോകുന്നത്. ആ ഭാഗം നമുക്ക് കണ്ണീരണിയാതെ വായിക്കാൻ സാധ്യമല്ല. ദമയന്തിയോടുള്ള ആ പരമസ്നേഹം. എന്നാൽ അവളുടെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ താൻ അവളെ വിട്ടുപോയേ മതിയാവൂ എന്നോർത്തിട്ട് യാതൊരു ഗത്യന്തരവുമില്ലാതെ പുണ്യശ്ലോകനായ നളൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. എങ്ങോട്ടൊന്നുമില്ലാതെ ഓടി ഒരുപാട് കാടിലൂടെ ഒരുപാട് വിശന്ന് വലഞ്ഞ് ദാഹിച്ച് പലതരത്തിലുള്ള ദുഃഖങ്ങളും ചിന്തകളും കൊണ്ട് അദ്ദേഹം അങ്ങനെ സഞ്ചരിക്കുകയാണ്. ഒരു ഭ്രാന്തനെ പോലെ സഞ്ചരിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ദമയന്തി ഉറക്കം ഞെട്ടി ഉണർന്ന സമയത്ത് തൻ്റെ പ്രിയതമനെ കാണുന്നില്ല, നളനെ കാണുന്നില്ല. എന്തൊരു ഭയമായിരിക്കും, എന്തൊരു ഉത്കണ്ഠയായിരിക്കും, എന്തൊരു ദുഃഖമായിരിക്കും ദമയന്തിക്ക് ഉണ്ടായത് ആ സമയത്ത് എന്ന് ഓർത്ത് നോക്കൂ. പ്രാക്രോശതുച്ചൈ സന്തസ്ത്ര മഹാരാജേതി നൈഷധം. ഹേ മഹാരാജാവേ എന്ന് വിളിച്ചുകൊണ്ട് ദമയന്തി ഉറക്കെ കരഞ്ഞുകൊണ്ട് ആ കാട്ടിലാകെ അന്വേഷിച്ച് നടക്കുകയാണ്. ഹാ നാഥ, ഹാ മഹാരാജ, ഹാ സ്വാമിൻ കിം ജഹാസി മാം, ഹാ ഹതാസ്മി വിനഷ്ടാസ്മി ഭീതാസ്മി വജനേ വനേ. മഹാരാജാവേ, സ്വാമി, പ്രഭോ എന്ന് വിളിച്ചുകൊണ്ട്, രാജാവേ എന്ന് വിളിച്ചുകൊണ്ട്, അങ്ങനെ ഉപേക്ഷിച്ച് പോകരുതേ, ഈ കാട്ടിൽ കൊടുങ്കാട്ടിൽ ഞാൻ ഭയം കൊണ്ട് തന്നെ മരിക്കും, ഞാനത് മരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ദമയന്തി ഉറക്കെ വിലപിച്ച് നളൻ്റെ മാർഗം അന്വേഷിച്ച് നടക്കുന്നു. അല്ല, അങ്ങ് ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും കാട്ടിൽ അങ്ങ് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയാണോ എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്? യഥാഗുൽമങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കുറ്റിച്ചെടികൾക്കിടയിൽ അങ്ങ് വിളിച്ചിരിക്കുകയാണോ? ഇതാ അങ്ങയെ ഞാൻ കാണുന്നു. ദൃശ്യസേ ദൃശ്യസേ രാജൻ യേശ ദൃഷ്ടോസി നൈഷധ ആവാര്യ ഗുൽമയീരാത്മാനം കിമാം ന പ്രതിഭാഷസ. എന്താ അങ്ങ് എന്നോട് മറുപടി പറയാത്തത്? ഞാൻ ഇത്രയും പേടിച്ചരണ്ട് വിളിക്കുമ്പോൾ അങ്ങ് എന്താണ് വിളി കേൾക്കാത്തത് എന്നൊക്കെ പ്രലാപം ചെയ്തുകൊണ്ട് ദമയന്തി വീണ്ടും വീണ്ടും പറയുന്നു, രാജാവേ, അങ്ങ് സത്യം ചെയ്തതല്ലേ എന്നെ വിട്ടുപോകില്ല എന്ന്. എന്നിട്ട് എന്താണ് എന്നോട് ഈ ചതി കാണിച്ചത്? അന്ന് ദേവന്മാരുടെ മധ്യത്തിൽ വെച്ചാണല്ലോ നമ്മുടെ വിവാഹം നടന്നത്. ആ വിവാഹവേളയിൽ ദേവന്മാരെ സാക്ഷിയാക്കിയിട്ട് അങ്ങ് പറഞ്ഞത് എൻ്റെ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് അങ്ങ് ജീവിച്ചു കൊള്ളാം എന്നല്ലേ. ആ വാക്ക് അങ്ങ് എന്താണ് തെറ്റിച്ചത്? സത്യസന്ധനായ അങ്ങ്, ധർമ്മിഷ്ഠനായ അങ്ങ് എന്താണ് തെറ്റിച്ചത് എന്ന് പറഞ്ഞ് ഉന്മാദിനിയെ പോലെ കരഞ്ഞ് കാട്ടിൽ അലഞ്ഞ് ഇടക്കിടക്ക് വീണ് അവിടുന്ന് വീണ്ടും എഴുന്നേറ്റ് വീണ്ടും കൂടി വീണ്ടും കുറേ കരഞ്ഞു. ഇങ്ങനെ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന ആ ദമയന്തിയെ ഒരു ഉഗ്രനായ പെരുമ്പാമ്പ് പിടികൂടുന്നു. ദമയന്തിയെ ആ അജഗരം, ആ പെരുമ്പാമ്പ് വിഴുങ്ങാൻ ശ്രമിക്കുകയാണ്. വായ്ക്കകത്താക്കി വിഴുങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് ദമയന്തി തൻ്റെ ജീവനെക്കുറിച്ചല്ല ഓർത്തത്. ഇപ്പോൾ നളൻ എവിടെയായിരിക്കും? തൻ്റെ ഭർത്താവ് എവിടെയായിരിക്കും? അദ്ദേഹം പട്ടിണി കിടന്ന് കരയുകയായിരിക്കുമോ? തൻ്റെ സഹായമില്ലാതിരിക്കുക ആണോ? താൻ ഈ പാമ്പിൻ്റെ വായ്ക്കകത്ത് പെട്ടാൽ അദ്ദേഹത്തിന് വെച്ചുവിളവ് കൊടുക്കാൻ ആരാണുള്ളത് എന്ന ദുഃഖത്തോട് കൂടിയിട്ടാണ് ദമയന്തി കരഞ്ഞത് എന്നാണ്. അങ്ങനെ തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ആ സമയത്ത് ഒരു വേടൻ യാദൃച്ഛികമായിട്ട് അവിടെ വന്നു. ആ വേടൻ ദമയന്തി ഇങ്ങനെ പിടയുന്നത് കണ്ടിട്ട് ആ പാമ്പിനെ തൻ്റെ ശരം കൊണ്ടോ മറ്റായുധം കൊണ്ടോ മറ്റോ ആ പാമ്പിനെ കീറിയിട്ട് ദമയന്തിയെ രക്ഷിച്ചു. അഴുക്കൊക്കെ ശരീരത്തിൽ ഈ പാമ്പിൻ്റെ വായിൽപ്പെട്ട് അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകാൻ സഹായിച്ച് ദമയന്തിയെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ആരാണ് മൃഗശാപാക്ഷി, മാൻകണ്ണിയായ സുന്ദരിയായ നീ ആരാണ്? നീ എന്താണ് ഒറ്റയ്ക്ക് കാട്ടിൽ നടക്കുന്നത്? നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ദമയന്തി വളരെ ഒരു നിഷ്കളങ്കമായ ബുദ്ധിയോട് കൂടിയിട്ട് തൻ്റെ കഥകളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. ആ വേടൻ ദമയന്തിയുടെ അപൂർവമായ അലൗകികമായ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചു. അർദ്ധവസ്ത്രം ധരിച്ച് നടക്കുന്ന ആ ദമയന്തിയുടെ ശരീര സുഷമ കണ്ടിട്ട് ആ വേടന് കാമഭ്രാന്തുണ്ടായി. ദമയന്തിയെ കടന്നു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. കടന്നു പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് ഈ ദമയന്തിയുടെ ശരീരം ചുട്ടുപൊള്ളുന്നതായിട്ട്, പാതിവൃത്യത്തിൻ്റെ ശക്തി കൊണ്ട്, തേജസ് കൊണ്ട് ഇവരുടെ ശരീരത്തിന് ഇത്രയധികം ചൂട് എന്തായിരിക്കും കാരണമെന്ന് ഈ വേടൻ വിസ്മയിച്ചു പോവുകയാണ്. വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ദമയന്തി ആ വേടനെ ശപിക്കുകയാണ്. ഞാൻ നളമഹാരാജാവിനെ അല്ലാതെ മറ്റാരെയും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ഈ ദുഷ്ടാത്മാവായ വേടൻ ഇവിടെ ഇപ്പോൾ പിടഞ്ഞു വീണ് മരിക്കട്ടെ, ഇവൻ പ്രാണനെ ഉപേക്ഷിക്കട്ടെ എന്ന് ഉള്ളൊരു ശാപം ദമയന്തി കൊടുത്തപ്പോൾ തൽക്ഷണം ആ വേടൻ അവിടെ പിടഞ്ഞു വീണ് മരിക്കുകയാണ്. പിന്നീട് ദമയന്തി ഒരു ഉന്മാദിനിയെപ്പോലെ കാട്ടിലൂടെ കരഞ്ഞുകൊണ്ട് നടന്നു. ദീർഘമായ ആ വിലാപം വ്യാസൻ തൻ്റെ ആ കാവ്യഭംഗി ഉപയോഗിച്ചുകൊണ്ട് പകർത്തിയിരിക്കുന്നു. രാമായണത്തിലെ വാൽമീകി മഹർഷി സീതാവിരഹം കൊണ്ട് ശ്രീരാമൻ കരയുന്നത് പോലെയുള്ള വലിയ വിലാപത്തിൻ്റെ ഒരു അധ്യായം വ്യാസൻ രചിച്ചു വച്ചിട്ടുണ്ട്. ഒരു സന്ദർഭത്തിലും വ്യാസൻ ഇങ്ങനെ ഒരു കരച്ചിൽ വിലാപത്തെ വർണ്ണിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വടക്കോട്ട് 3 ദിവസം ദമയന്തി യാത്ര ചെയ്തു. ഒടുവിൽ ഒരു താപസാരണ്യത്തിൽ ചേരുകയാണ്. താപസന്മാർ വസിഷ്ഠ ഭൃഗു അത്രി സമയഹി താപസൈരവശോഭിതം. വസിഷ്ഠൻ, ഭൃഗു, അത്രി മുതലായ മഹർഷിമാർക്ക് തുല്യമായ തപശക്തിയോട് കൂടിയിട്ടുള്ള താപസന്മാർ
ജലം മാത്രം കഴിച്ച് ജീവിക്കുന്നവർ, നിരാഹാരം ചെയ്യുന്നവർ, ഇലകൾ മാത്രം കഴിക്കുന്ന ആളുകൾ, ജിതേന്ദ്രിയന്മാരായിട്ടുള്ള സ്വർഗ്ഗകാംക്ഷികളായിട്ടുള്ള നിരവധി മഹർഷിമാർ വസിക്കുന്ന ആശ്രമത്തിലേക്ക് ദമയന്തി മെല്ലെ കടന്നു ചെല്ലുകയാണ്. ആശ്രമത്തിലുള്ള മഹർഷിമാർ ദമയന്തിക്ക് അഭയം നൽകുമോ, അല്ല ദമയന്തിക്ക് രക്ഷപ്പെടാനുള്ള വല്ല മാർഗവും അവർ ഉപദേശിച്ചു കൊടുക്കുമോ എന്ന് നമുക്ക് തുടർന്ന് മഹാഭാരതത്തിൽ വായിച്ചു നോക്കാം.